പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ശരി ഉത്തരം ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവണം. ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങളുമായിട്ട്, ഈ ആൻസേഴ്സുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെൻറ്റിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രവർത്തനങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതെ, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. അതാണ് ട്രാൻസ്ഫോമേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാൻസ്ഫോമേഴ്സ്. നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് KSEB ലൈനുകളുടെ ഏതെങ്കിലും ജംഗ്ഷനിലൊക്കെ ട്രാൻസ്ഫോമേഴ്സ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. മ്യൂച്വൽ ഇൻഡക്ഷനാണ് പ്രിൻസിപ്പിൾ എങ്കിൽ എത്ര കോയിൽ വേണം? അതെ, 2 കോയിൽ. കറണ്ട് നൽകുന്ന കോയിൽ പ്രൈമറി കോയിലും കറണ്ട് ലഭിക്കുന്ന കോയിൽ സെക്കൻഡറി കോയിലും. തുടർച്ചയായി സെക്കൻഡറി കോയിലിൽ കറണ്ട് ലഭിക്കണമെങ്കിൽ പ്രൈമറി കോയിൽ എന്ത് വൈദ്യുതിയാണ് നൽകേണ്ടത്? AC. നിങ്ങൾക്ക് കാണാവുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത് പ്രൈമറി കോയിൽ AC വൈദ്യുതി നൽകുന്നു. AC വൈദ്യുതി നൽകുന്ന പ്രൈമറി കോയിൽ. AC വൈദ്യുതിയുടെ പ്രത്യേകത എന്താണ്? AC വൈദ്യുതി ഇതുവഴി ഒഴുകുമ്പോഴേക്കും ഇവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം ഉണ്ടാകുമ്പോൾ ഇതൊരു വൈദ്യുതകാന്തം പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതൊരു DC ആയിരുന്നെങ്കിൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ഉണ്ടാകുമ്പോൾ എപ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും, അതിനൊരു വ്യത്യാസം വരത്തില്ല. എന്നാൽ AC ആണെങ്കിലോ തുടർച്ചയായി പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അതായത് തുടർച്ചയായി കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും. തുടർച്ചയായി ഫ്ലക്സിന് വ്യതിയാനം വന്നുകൊണ്ടേയിരിക്കും. ഈ സെക്കൻഡറി കോയിൽ വ്യതിയാനം വരുന്ന ഫ്ലക്സിനടുത്ത് വെക്കുമ്പോഴേക്കും ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതാണ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സിൽ എത്ര കോയിലുകൾ ഉണ്ടാവണം? 2 കോയിൽ. വൈദ്യുതി നൽകുന്ന കോയിൽ ഇൻപുട്ട് കോയിൽ അഥവാ പ്രൈമറി കോയിൽ എന്നും, വൈദ്യുതി പ്രേരണം ചെയ്യുന്ന കോയിൽ, വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ, ഇൻഡ്യൂസ് കറണ്ട് ഒഴുകുന്ന കോയിൽ സെക്കൻഡറി കോയിലുമാണ്. അങ്ങനെ ട്രാൻസ്ഫോമേഴ്സിന് 2 തരം കോയിലുണ്ട്. ഞാൻ ആ പ്രവർത്തനം നിങ്ങൾ കണ്ടതാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, സോഫ്റ്റ് ആൻഡ് പച്ചിരുമ്പാണ്. ഇത് വെക്കുന്നതിൻ്റെ ആവശ്യകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കണ്ടോ, അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും പ്രകാശ തീവ്രത കൂടുന്നത് കണ്ടല്ലോ. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ്, പ്രൈമറിയുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് അത് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ചേഞ്ചിങ് ഫ്ലക്സിൽ സെക്കൻഡറി കോയിൽ ഇരിക്കുന്നതിനാൽ ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു.
പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നു. ഇതൊരു വേറൊരു കോയിൽ, ഇതൊരു സെക്കൻഡറി കോയിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഇവിടെയും ഞാനൊരു LED ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ 2 കോയിലുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് വളരെയധികം കൂടുതലാണ്, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് വളരെ വളരെ കുറവാണ്. ഈ കോയിൽ വെച്ചിട്ട് നമുക്കിവിടെ കത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. LED കത്തുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ഇത്രയും നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോഴും സ്കൂളുകളിൽ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്പർ ഓഫ് ടേൺസ് വളരെ വളരെ കുറവാണെങ്കിൽ അത് ഇവിടെ ഇൻഡ്യൂസ്ഡ് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന് ഈ LED കത്തിക്കാൻ അത്ര പര്യാപ്തമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു AC-യുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. AC-യുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ട്രാൻസ്ഫോമർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? പച്ചരിമ്പ് കോറിൽ ചുറ്റിയെടുത്ത കവിചിതമായ കമ്പിച്ചുറ്റുകൾ, അതിന് പ്രൈമറി കോയിൽ എന്ന് പറയുന്നു. അതിനു മുകളിൽ വീണ്ടും ചെമ്പ് കമ്പിയുടെ കവിചിതമായ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ചുറ്റിയെടുക്കുന്നു. അതാണ് സെക്കൻഡറി കോയിൽ. സോ an insulated copper wire is wound on a soft iron core which is called a primary coil, and there is another coil which is wound on the primary coil which is called secondary coil. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഒരു സോഫ്റ്റ് ആൻഡ് പീസ് ഉണ്ട്, സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, അതിന് മുകളിൽ പ്രൈമറി കോയിൽ ചുറ്റിയെടുക്കുന്നു, അതിൻ്റെ മുകളിൽ സെക്കൻഡറി കോയിൽ ചുറ്റിയെടുക്കുന്നു. മനസ്സിലാക്കുക, ദർ ഇസ് നോ മെറ്റാലിക് കോൺടാക്ട് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിൽ നമ്മൾ എന്ത് വൈദ്യുതിയാണ് കൊടുക്കുന്നത്? അതെ, AC വൈദ്യുതി. എങ്കിൽ മാത്രമേ തുടർച്ചയായിട്ടുള്ള വൈദ്യുത പ്രവാഹം നമുക്ക് എവിടെ ലഭിക്കുകയുള്ളൂ? സെക്കൻഡറിയിൽ ലഭിക്കുകയുള്ളൂ. ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്. AC വൈദ്യുതിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്താനാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. AC വൈദ്യുതിയുടെ വോൾട്ടത വ്യത്യാസപ്പെടുത്താനായിട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. വോൾട്ടത വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വോൾട്ടത കൂട്ടാം അല്ലെങ്കിൽ വോൾട്ടത കുറയ്ക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ 2 തരം ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഒന്ന് AC വൈദ്യുതിയുടെ വോൾട്ടത ഉയർത്തുന്ന ട്രാൻസ്ഫോമർ, ഉയർത്തുക, അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. അടുത്തത് AC വൈദ്യുതിയുടെ വോൾട്ടത താഴ്ത്തുന്ന ട്രാൻസ്ഫോമർ, അതിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. നോക്കൂ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും ചിത്രം നിങ്ങൾക്ക് കാണാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇലക്ട്രോണുകളുടെ പ്രവാഹം കാണാൻ സാധിക്കും. അവിടെ ആ ഡോട്ട് പോലെ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. ആ ഇലക്ട്രോണിൻ്റെ പ്രവാഹം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദിശ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം എന്താണ്? നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കൊടുക്കുന്ന AC ആണ്, സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതിയും എന്ത് തന്നെയായിരിക്കും? AC രൂപത്തിലുള്ളതായിരിക്കും. കാരണം AC രൂപത്തിൽ വൈദ്യുതി നൽകിയാൽ മാത്രമേ നമുക്ക് തുടർച്ചയായ വൈദ്യുത പ്രവാഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ട്രാൻസ്ഫോമേഴ്സിൻ്റെ 2 തരം ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ശരിയാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കോയിലായാലും ഔട്ട്പുട്ട് കോയിലായാലും ഉള്ള EMF, ഓരോ ടേണിലുമുള്ള EMFൻ്റെ അളവ് തുല്യമായിരിക്കും, ഒരുപോലെയായിരിക്കും. അത് നമുക്ക് എപ്സിലോൺ എന്നോ E എന്നോ എടുക്കാം. ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഞാൻ E എന്നെടുക്കുകയാണ്. ഓരോ ടേണിലുമുള്ള EMFൻ്റെ അളവ് E ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ടേൺ ഉണ്ടെങ്കിൽ ആകെ പ്രൈമറിയിലുള്ള EMF എത്രയായിരിക്കും? VP എന്ന് പറഞ്ഞ പ്രൈമറിയിലെ EMF ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വോൾട്ടതയാണെന്ന് വിചാരിച്ചോളൂ. VP സമം ഒരു ടേണിലുള്ള EMF E ആണെങ്കിൽ 10 ടേണിലുള്ള EMF എത്രയായിരിക്കും? 10E. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സെക്കൻഡറിയിൽ 50 ടേൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലുള്ള EMF VS എന്ന് എടുത്തു കഴിഞ്ഞാൽ VS എത്രയായിരിക്കും? അതെ, 50 × E. വെരി ഗുഡ്, 50 × E. ഇനി നമുക്ക് നോക്കാം,
സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഘടന നിങ്ങൾ നോക്കുമ്പോൾ പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. എവിടെയാണ് ചുറ്റുകൾ കൂടുതലായിരിക്കേണ്ടത്? സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വോൾട്ടത കൂട്ടാൻ. ഓരോ ടേണിലുമുള്ള EMFൻ്റെ അളവ് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. വോൾട്ടത കൂട്ടണമെങ്കിൽ എവിടത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം? ഏത് കോയിലിലെ, പ്രൈമറിയിലെയോ സെക്കൻഡറിയിലെയോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം? അതെ, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. കാരണം ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ അളവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ പ്രൈമറിയിൽ 10 വോൾട്ട് നൽകുന്നെന്ന് വിചാരിക്കുക. ഒരു ചുറ്റിലുള്ള ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ അളവ് E. 10 ചുറ്റുകളുണ്ടെങ്കിൽ 10E. സെക്കൻഡറിയിൽ 50 ചുറ്റുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ അളവ്, അതായത് വോൾട്ടേജയുടെ അളവ് എത്രയായിരിക്കും? 50E. അപ്പോൾ മനസ്സിലാക്കുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താണ് പറയാൻ സാധിക്കുമോ? സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതെ, പ്രൈമറിയിൽ തിക്കർ വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് തിക്കാണ്, കനം കൂടിയ, വണ്ണം കൂടിയ കോപ്പർ കമ്പികളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സെക്കൻഡറിയിലാണെങ്കിലോ കനം കുറഞ്ഞ. അതിന് കാരണം എന്തെന്നറിയാമോ? നമുക്കത് ചർച്ച ചെയ്യാം ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത്. അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നമുക്കത് ചർച്ച ചെയ്യാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് പോകാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ നോക്കൂ. സ്റ്റെപ്പ് ഡൗൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? AC-യുടെ വോൾട്ടത ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. AC-യുടെ വോൾട്ടത ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അങ്ങനെയെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? അതെ, വെരി ഗുഡ്, കുറവായിരിക്കും. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് ഓഫ് AC. നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ഇവിടെ കനം കൂടിയ, വണ്ണം കൂടിയ കമ്പികൾ, തിക്കർ കോപ്പർ വയർ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സെക്കൻഡറിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇവയെല്ലാം തന്നെ വൈൻഡ് ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് കോറിൻ്റെ മുകളിലാണ്. എന്തിന് സോഫ്റ്റ് ആൻഡ് കോറിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ട്രാൻസ്ഫോമർ തിയററ്റിക്കലി പവർ നഷ്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. അതായത് ഊർജ്ജ നഷ്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. എത്ര പവറാണോ നിങ്ങൾ ഇൻപുട്ടിൽ നൽകുന്നത് അത്ര പവറാണ് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു തിയററ്റിക്കലി. പ്രായോഗിക തലത്തിൽ ഒരു ട്രാൻസ്ഫോമർ കുറച്ചൊക്കെ ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള, മോസ്റ്റ് എഫിഷ്യൻറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്. അതായത് അതിലുള്ള ഊർജ്ജ നഷ്ടം വളരെ വളരെ കുറവാണ്. തിയററ്റിക്കലി നമ്മൾ പറയുന്നു, ഒരു പവർ നഷ്ടമുണ്ടാക്കാതെ AC-യുടെ വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നിങ്ങൾക്കിത് ശ്രദ്ധിക്കാം. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാമെന്ന്. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഒരു സോഫ്റ്റ് ആൻഡ് കോറിനകത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് കോറിൽ ചുറ്റിയെടുത്ത 2 കമ്പിച്ചുറ്റുകളാണ്. പ്രൈമറി കമ്പിച്ചുറ്റുകളും സെക്കൻഡറി കമ്പിച്ചുറ്റുകളും. ചിത്രത്തിൽ അത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രൈമറിയും സെക്കൻഡറിയും വേർതിരിച്ച് കാണാൻ സാധിക്കുന്നില്ല, എങ്കിലും ആ ചുറ്റുകൾ ഇതിനകത്തുണ്ട്. പ്രൈമറിയിൽ ഇൻപുട്ട് കറണ്ട് കൊടുക്കുന്നു, സെക്കൻഡറിയിൽ ഔട്ട്പുട്ട് കറണ്ട് പ്രേരണം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പവർ നഷ്ടം തിയററ്റിക്കലി 0 ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും വ്യത്യാസം നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ? ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ഓഫ് AC വിത്തൗട്ട് പവർ ലോസ്. ഈ വിത്തൗട്ട് പവർ ലോസ് ഞാനൊന്ന് ബ്രാക്കറ്റിലിടുകയാണ്, കാരണം അത് തിയററ്റിക്കലി മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? AC-യുടെ വോൾട്ടത ഉയർത്താനുള്ള ഒരു ഉപകരണമാണ്.
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ എ സിയുടെ വോൾട്ടത താഴ്ത്താനുള്ള ഉപകരണം, കുറയ്ക്കാനുള്ള ഉപകരണം. പവർ നഷ്ടമില്ലാതെ എ സിയുടെ വോൾട്ടത കുറയ്ക്കാനുള്ള ഉപകരണമാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിനേക്കാൾ കൂടുതൽ ചുറ്റുകൾ സെക്കൻഡറി കോയിൽ ഉണ്ട്. നിങ്ങൾ ആ ചിത്രം ഓർക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിലോ പ്രൈമറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കുറവുമാണ്. മനസ്സിലായല്ലോ? ഇനി ഒരു വ്യത്യാസം കൂടി പറയാമോ? ഞാൻ ആ ചിത്രം ഒന്നുകൂടി കാണിക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും ഒരു വ്യത്യാസം കൂടി നിങ്ങൾ പറയണം. കാരണം നിങ്ങൾക്കറിയാം. അതെ, വെരി ഗുഡ്. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നു, ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. In a step-up transformer, thicker copper wires are used for winding in the primary coil. And in step-down transformers, in the secondary coil, thicker wires are used. ഇതിന് കാരണം നമ്മൾ ചർച്ച ചെയ്യും. വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയും സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണവും വോൾട്ടതയും തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ പിയും പ്രൈമറിയിലെ വോൾട്ടത വി പിയും ആണെന്ന് വിചാരിക്കുക. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ എസും സെക്കൻഡറിയിലെ വോൾട്ടത വി എസും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി. The relation connecting the primary voltage and the number of turns and the secondary voltage and the number of turns is Vs by Vp is equal to Ns by Np. നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് വളരെയധികം കണക്കുകൾ ചെയ്യാനുണ്ട്. നമുക്കത് ചെയ്യാം. പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ സമം, നമ്മൾ കുറേയധികം സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പി സമം ഐ സ്ക്വയർ ആർ, പി സമം വി സ്ക്വയർ ബൈ ആർ, പി സമം വി ഐ. ഞാൻ ആ മൂന്നാമത്തെ ഫോർമുല മാത്രം എടുക്കുകയാണ്. പവർ സമം വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, പി സമം വി ഐ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പവർ നഷ്ടം 0 എന്ന് വിചാരിക്കുക. പവർ നഷ്ടം 0. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ നമ്മൾ 100 വാട്ട് പവർ നൽകിയാൽ സെക്കൻഡറിയിൽ എത്ര വാട്ട് ലഭിക്കും? പറയൂ. അതെ, 100 വാട്ട്. പ്രൈമറി പവർ സമം സെക്കൻഡറി പവർ. പ്രൈമറിയിൽ ഒഴുകുന്ന കറണ്ടിന് ഐ പി എന്നും പ്രൈമറിയിലെ വോൾട്ടത വി പി എന്നും ആണെങ്കിൽ പ്രൈമറിയിലെ പവർ എന്തായിരിക്കും? വി പി ഐ പി. സെക്കൻഡറിയിലെ പവർ എന്തായിരിക്കും? സെക്കൻഡറിയിലെ വോൾട്ടത വി എസ് എന്നും സെക്കൻഡറിയിലെ കറണ്ട് ഐ എസ് എന്നും വിചാരിച്ചാൽ സെക്കൻഡറിയിലെ പവർ എന്തായിരിക്കും? വി എസ് ഐ എസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ എ ട്രാൻസ്ഫോമർ ദ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് വി പി ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ്. ഒരു ട്രാൻസ്ഫോമറിൽ പവർ നഷ്ടം 0 ആണെങ്കിൽ ഈ സമവാക്യം 0 ആയതിനാൽ നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാം. വി പി ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ഒരു കണക്ക് ചെയ്താലോ? 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. ഇതിൻ്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകളുണ്ടെങ്കിൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. A transformer working on a 240 volt AC supply, it supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. ഈ കണക്കിൽ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്?
പ്രൈമറി വോൾട്ടത നൽകിയിട്ടുണ്ട്. എത്രയാണ്? 240 വോൾട്ട്. സോ വി പി ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. ഇലക്ട്രിക് ബെല്ലിന് നൽകുന്ന വോൾട്ടത എത്ര? 8 വോൾട്ട്. ഇലക്ട്രിക് ബെല്ല് സെക്കൻഡറി സർക്യൂട്ടിലായിരിക്കുമല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി എസ് സമം 8 വോൾട്ട്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്ര? 4800. സോ എൻ പി ഈസ് ഈക്വൽ ടു 4800 ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് കണക്കാക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് എൻ എസ്. നമ്മൾ പഠിച്ച സമവാക്യം ഉപയോഗിക്കാമല്ലോ. ഏത് സമവാക്യം ഉപയോഗിക്കാം? അതെ, വെരി ഗുഡ്. വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി. വിലകൾ ആരോപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം 8 വോൾട്ട് ബൈ 240 വോൾട്ട് ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ 4800. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 വോൾട്ട് ഇൻറ്റു 4800 ഇസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു 240 വോൾട്ട്. നമുക്കിത് തിരിച്ചെഴുതാം. 240 വോൾട്ട് ഇൻറ്റു എൻ എസ് സമം 8 വോൾട്ട് ഇൻറ്റു 4800. Therefore, NS is equal to 8 volt into 4800 divided by 240. ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ആൻസർ എന്ന് പറയുന്നത് 160 ചുറ്റുകൾ അഥവാ 160 ടേൺസ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്താലോ? 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളുമുണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്ര? ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് 240 വോൾട്ട് AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതായത് വി പി സമം 240 വോൾട്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 80 ചുറ്റുകൾ. ദാറ്റ് ഈസ് എൻ എസ് സമം 80 ചുറ്റുകൾ. പ്രൈമറിയിലെ ചുറ്റുകളും തന്നിട്ടുണ്ട്. എൻ പി സമം 800 ചുറ്റുകൾ. സെക്കൻഡറിയിലെ വോൾട്ടത അഥവാ ഔട്ട്പുട്ട് വോൾട്ടതയാണ് കണ്ടുപിടിക്കേണ്ടത്. വി എസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏത് സമവാക്യം ഉപയോഗിക്കാം? അതെ 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 വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി. വി എസ് ബൈ 240 സമം 80 ബൈ 800. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 ബൈ 800 ഇൻറ്റു 240 നമുക്ക് 24 വോൾട്ട് ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഓർത്ത് പറയാമോ? നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾക്ക് ഫിസിക്സ് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് പരീക്ഷണങ്ങളെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്നവരാണ്. പറയാമല്ലോ? അതെ, ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചു, ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം പഠിച്ചു. എന്താണ് പ്രവർത്തന തത്വം? മ്യൂച്വൽ ഇൻഡക്ഷൻ. അതെ. എത്ര തരം ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പഠിച്ചു? 2 തരം ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പഠിച്ചു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇവ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു അല്ലേ? അതുപോലെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചല്ലോ, വേറെ 2 കാര്യങ്ങൾ കൂടി പഠിച്ചു. ട്രാൻസ്ഫോമേഴ്സിൻ്റെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടതയും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, ദാറ്റ് ഈസ് വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമാണെന്ന് നമ്മൾ അറിഞ്ഞു. അതായത് അത് വച്ചിട്ട് ഒരു സമവാക്യം നമ്മൾ പഠിച്ചു. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും, ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് വി പി ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ്. അപ്പോൾ നമുക്ക് ഒരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ അസൈൻമെൻറ്റിൻ്റെ ഉത്തരം, ആൻസേഴ്സ് എല്ലാം സയൻസ് ജാറിൽ
കുറിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.